ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റംദാൻ സീരീസിൻ്റെ 21ാമത്തെ എപ്പിസോഡായിട്ടാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ ബോക്സ് ഉണ്ടാക്കിയാലോ? വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടെ. ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 250 ഗ്രാം ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, നല്ല ബോൺലെസ് പീസാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി കൂട്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ വേവിക്കാൻ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആ ഒരു വെള്ളത്തിൽ തന്നെ ഈ ഒരു ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ചെറിയ പീസായിട്ടല്ലേ കട്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ചിക്കനിലേക്ക് നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിൽ തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണേ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണേ. ചിക്കൻ നന്നായിട്ട് വേവണം. ആ ഒരു സമയം വരെ നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 10-12 മിനിറ്റ് ആകുമ്പോൾ തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ വേവിക്കാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു തീയിലും ഈ ഒരു വെള്ളത്തിൽ തന്നെ നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ചെറുങ്ങനൊരു ഷാലോ ഫ്രൈ ആവുകയും ചെയ്യും കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് തന്തൂരി ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ള 1 ടീസ്പൂൺ അളവിൽ തന്തൂരി ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ മിക്സ് ആക്കി കൊടുക്കാൻ. അപ്പോൾ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് മയോണൈസാണ്. ഞാനിപ്പം 1/2 കപ്പ് മയോണൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം മയോണൈസ് ഇട്ടിട്ട് അധികം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം മയോണൈസ് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ തന്തൂരി ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ സമൂസ ഷീറ്റിലാണ്. സ്വിറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് വീഡിയോ കാണുന്ന പോലെ 2 സമൂസ ഷീറ്റ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ.
ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമുക്കിത് ആ ചിക്കൻ്റെ ഈ ഒരു തന്തൂരി ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അപ്പം സൈഡിലൊന്നും ആവാത്ത രീതിയിൽ നടുക്ക് മാത്രം ആവുന്ന രീതിയിൽ നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വീതം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ സൈഡിൽ. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ വീഡിയോ കാണുന്ന പോലെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തതിന് ഇതുപോലൊരു ബോക്സിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പം ബാക്കിയെല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ടോട്ടൽ 10 ബോക്സാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ പാനിൽ എണ്ണ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോ ബോക്സും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് റെഡിയാവും. നല്ലൊരു ക്രിസ്പി ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി, ഒരു 2-3 മിനിറ്റ്. അപ്പോൾ 1 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തന്തൂരി ബോക്സ് ഇവിടെ റെഡിയായി. ബാക്കി എല്ലാ ബാച്ചും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതാ എല്ലാം നമ്മളിത് പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള തന്തൂരി ചിക്കൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാ നടുക്കം തന്നെ കട്ട് ചെയ്യണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല തന്തൂരി ചിക്കൻ്റെ ആ ഒരു മസാലയും ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഷീറ്റിൻ്റെ കൂടെ കഴിക്കുമ്പോണ്ടല്ലോ അടിപൊളിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബനൂസ് വേൾഡ്. താങ്ക് യു.